Hello students, welcome back to Bosco Campus Session. In the previous session we discussed about business entity and the first major type of business entity, that is sole proprietorship. Now we will move on to the next type of business entity, that is partnership. So in this session we will look into the meaning, features, advantages and disadvantages of partnership. So a partnership is a form of business wherein two or more individuals come together for undertaking a lawful business and have agreed to share the profits and losses arising from it. സോ രണ്ടിൽ കൂടുതൽ വ്യക്തികളോ ഒന്നിച്ച് ചേർന്ന് ഒരു നിയമപരമായിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കുകയും ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒരു നിശ്ചിത റേഷ്യോയിൽ ഷെയർ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ ഫോം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നേരത്തെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിൽ ഒരു വ്യക്തി തന്നെയായിരുന്നു അതിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസസിൽ അങ്ങനെയല്ല. ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് കം ടുഗെദർ ഫോർ അണ്ടർടേക്കിംഗ് എ ലോഫുൾ ബിസിനസ്. രണ്ടിൽ കൂടുതൽ വ്യക്തികളോ ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. And the owners of a partnership are called partners because they join efforts and resources to start the business. സോ ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഓണേഴ്സിനെ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്ന്. ബിക്കോസ് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ എഫേർട്സും റിസോഴ്സസും എല്ലാം ഒരുമിച്ചിട്ടുകൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. So a partnership is a form of business wherein two or more individuals come together for undertaking a lawful business and have agreed to share the profits and losses arising from it. A partnership firm is formed as per the provisions of the Partnership Act 1932. Partnership Act 1932ൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിലെ പ്രൊവിഷൻസിൻ്റെ ബേസിസിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. So next we will look into some of the main features of partnership. First of all, it can be formed easily by an oral or written agreement. സോ എത്ര വ്യക്തികൾ ചേർന്നാണോ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും വ്യക്തികൾ ചേർന്ന് ഒരു ഓറൽ അല്ലെങ്കിൽ ഒരു റിട്ടേൺ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഈസി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. സോ റിട്ടേൺ ആയിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊവിഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓൾ ബിസിനസ് ഡിസിഷൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആർ ടേക്കൺ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. സോ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ത് തീരുമാനങ്ങൾ എടുത്താലും എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും അഭിപ്രായം ചോദിച്ചിട്ടാണ് ആ ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്യുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലെ പോലെ ഒരാളുടെ തീരുമാനം മാത്രം നോക്കിയാൽ പോരാ. ഇവിടെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിൻ്റെ എല്ലാം അഭിപ്രായം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ്. സോ ലയബിലിറ്റിയുടെ കേസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെയാണ്, അൺലിമിറ്റഡ് ആണ്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സ് എല്ലാം തന്നെ ഇൻ കേസ് ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി വിറ്റ് ആ ലോസ് കവർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ട്നേഴ്സ്. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് എല്ലാ പാർട്ട്നേഴ്സും കൊണ്ടുവരേണ്ടതാണ്. ഈക്വലി അല്ലെങ്കിലും ഒരു പാർട്ട്ണറിനെ കൊണ്ട് എത്ര പറ്റുമോ അത്രയുമുള്ള ക്യാപിറ്റൽ കൊണ്ടുവരും. അതിൻ്റെ ബേസിസിലാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയും ഫിക്സ് ചെയ്യുന്നത്. സോ ഇപ്പം ABC 3 പേര് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഈ 3 പേരും കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ ബേസിലാണ് ഇവർക്ക് പ്രോഫിറ്റും ലഭിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെയാണ്, പാർട്ട്നേഴ്സിൽ നിന്നല്ലാതെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ല. അതായത് ഒരു കമ്പനി പോലെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ പേരിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വാങ്ങാനും ഒന്നും സാധിക്കില്ല. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു സം ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ഈസി ഫോർമേഷൻ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ട് ലീഗൽ ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഇതൊരു കമ്പനിയല്ല. കമ്പനി ആണെങ്കിൽ മാത്രമാണ് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്.
സോ ഒരു തരത്തിലുള്ള ലീഗൽ ഡിഫിക്കൽട്ടീസും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലാർജ് റിസോഴ്സസ്. സോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ ലിമിറ്റഡ് അല്ല. ദർ ഇസ് അവൈലബിലിറ്റി ഓഫ് ലാർജ് റിസോഴ്സസ്. ബിക്കോസ് ഇവിടുത്തെ ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ ലാർജ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ ഈ റിസോഴ്സസ് വെച്ചിട്ട് അവർക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലുതായിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് പോകാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ഇസ് ഷെയറിംഗ് ഓഫ് റിസ്ക്. സോ റിസ്കിൻ്റെ കാര്യത്തിലും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെയല്ല, ഇവിടെ റിസ്ക് ഷെയർ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു റിസ്ക് എടുത്ത് ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ ലോസ് ഈക്വലി ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഈക്വൽ ഷെയറിംഗ് ഓഫ് ദ റിസ്ക് ഈസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ അഡ്വാൻറ്റേജ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രോംപ്റ്റ് ഡിസിഷൻസ്. സോ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഒരുപോലുള്ള കൺസെൻറ്റ് നോക്കിയിട്ടാണ്. സോ ഒരു വ്യക്തി മാത്രമായിട്ട് ഡിസിഷൻസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ചില സമയം അത് ആപ്ലിക്കബിൾ അല്ലാത്ത രീതിയിൽ വരാം. എന്നാൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് വളരെ പ്രോംപ്റ്റ് ആയിരിക്കും. സഡനായിട്ട് വരുന്ന പല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആക്കി മാറ്റാനായിട്ടും സാധിക്കും. So these are some of the main advantages of partnership. Next we will look into some of the main disadvantages or limitations of partnership. First one is unlimited liability. സോ ലയബിലിറ്റിയുടെ കേസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ തന്നെയാണ്, അൺലിമിറ്റഡ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ഒരുപോലെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരെ വിറ്റ് ആ ഒരു ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഇസ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. സോ നേരത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിൽ ഒരാൾ മാത്രമാണ് ഡിസിഷൻസ് എടുക്കുന്നത്, ഒരാൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട്. സോ അവരുടെ എല്ലാവരുടെയും കൺസെൻറ്റ് ചോദിക്കേണ്ടത് ആവശ്യമാണ്. എന്തൊരു തീരുമാനം എടുത്താലും വി നീഡ് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. സോ ഒരാൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ സമ്മതിക്കണമെന്നില്ല. ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അറൈസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇറ്റ് പേവ്സ് ദ വേ ഫോർ വേരിയസ് കൺഫ്ലിക്ട്സ്. സോ ദ പോസിബിലിറ്റി ഓഫ് കൺഫ്ലിക്ട്സ് ഈസ് അനദർ മേജർ ലിമിറ്റേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. നെക്സ്റ്റ് ഇസ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. സോ ഒരു പാർട്ട്ണറിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ഷെയർ ഒരു തേർഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിലാണെങ്കിൽ ആരുടെയും കൺസെൻറ്റ് ഇല്ലാതെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ഷെയർ വിൽക്കാവുന്നതാണ്. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ അങ്ങനെ ട്രാൻസ്ഫറിങ് ഒരു ഫെസിലിറ്റി ഇല്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ തന്നെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആവുകയുള്ളൂ. സോ ദ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ ലിമിറ്റേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ആൻഡ് ദ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ലാക്ക് ഓഫ് പബ്ലിക് ഫെയ്ത്ത്. As the partnership concern is not subject to any regulation and no legal formation and functioning, the people have less faith in such organization, coupled with the fact that every now and then people listen to the dissolution of such partnership concerns. People are not aware of the exact position of the business of partnership, and the reason is that the accounts of partnership concerns are not published. സോ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ച് പബ്ലിക്കിൻ്റെ വിശ്വസ്തത വളരെ കുറവാണ്. ബിക്കോസ് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും പബ്ലിക്കുമായിട്ട് റിവീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മിക്ക പാർട്ട്ണർഷിപ്പ് ഫേംസ് ആദ്യമേ നന്നായിട്ട് തുടങ്ങുമെങ്കിലും പിന്നീട് അത് പെട്ടെന്ന് ഡിസൊല്യൂഷൻ ആവാറാണ് പതിവ്. സോ അതുകൊണ്ട് മറ്റ് ഫോംസ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ലെസ് പബ്ലിക് ഫെയ്ത്ത് ഉള്ളൊരു ബിസിനസ് എൻറ്റിറ്റിയാണ്. സോ ലാക്ക് ഓഫ് പബ്ലിക് ഫെയ്ത്ത് ഈസ് അനദർ മേജർ ലിമിറ്റേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. Next is partnership deed. A partnership deed is a written agreement among the partners specifying the rules and regulations and is signed by all the partners and stamped as per the Stamp Act with an aim to prevent possible disputes and disagreements among the partners at a future date. സോ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുമ്പോൾ എഴുതുന്ന ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ ഒരു പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ എഴുതി അത് മ്യൂച്വലി എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഡിസ്പ്യൂട്ട്സും ഡിസഗ്രിമെൻറ്റ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുന്നത്. So a partnership deed is a written agreement among the partners specifying the rules and the regulations of the partnership. And the main contents of a partnership deed are the name of the firm, the name and addresses of the partners, the nature of business, the term or duration of partnership, the amount of capital to be contributed by each partner, the drawings that can be made by each partner, the interest on capital and drawings, rights and duties of partners, remuneration to the partners, the ratio in which the profit or losses are to be shared among the partners. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ കണ്ടൻസ് എന്ന് പറയുന്നത്. ആ ഫോം ചെയ്തിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേര്, അതുപോലെ തന്നെ ആ പല പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും, അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ നേച്ചർ, ഏത് ഫോം ഓഫ് ബിസിനസ്സാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ടേമും ഡ്യൂറേഷനും, ഓരോ പാർട്ട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ക്യാപിറ്റലിൻ്റെ എമൗണ്ട്, അതുപോലെ തന്നെ ആ പാർട്ട്ണറിന് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. ഇനി ഇത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെയും ഡ്രോയിങ്സിൻ്റെയും ഇൻട്രസ്റ്റ് 6% കൊടുക്കുന്നത്. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് റേറ്റിലായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, റെമ്യൂണറേഷൻ ടു ദ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോയും. സോ ഇത്രയും കാര്യങ്ങൾ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് എഗ്രി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സും അതുപോലെ തന്നെ ഡിസഗ്രിമെൻറ്റ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. So in this session we discussed about the partnership, its meaning, features, advantages and disadvantages, the meaning of partnership deed and the main contents in a partnership deed. Hope all are clear with the topic. Thank you.